നമസ്കാരം. തള്ളുകളുടെ 5 വർഷമായിരുന്നല്ലോ കഴിഞ്ഞ ആരോഗ്യ മന്ത്രിയുടെ കാലത്തെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് മലയാളിക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവസാന ആഘോഷമായിട്ട് കഴുത്തുളുക്കം കിട്ടി. ആശുപത്രികളിൽ ചികിത്സ ലഭിക്കാതെ മരിക്കുന്നവര്, ചികിത്സാ പിഴവ് കൊണ്ട് മരിക്കുന്നവര്, ചികിത്സാ പിഴവ് കൊണ്ട് ശരീരത്തിന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നവര്, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് സർജറി നടക്കാതെ ജീവൻ വെടിയുന്നവര്, നരകിക്കുന്നവര്, ഇനി അഥവാ സർജറി നടന്നാൽ തന്നെ കത്രിക അടക്കമുള്ളത് വെച്ച് കെട്ടി 50 കൊല്ലം കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ആരോഗ്യ മേഖല. ഇതിനെല്ലാം പുറമെ അവസാനം ആരോഗ്യമന്ത്രിയുടെ കഴുത്തുളിക്ക് നാടകം. ഇതൊക്കെയാണ് കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ നിന്ന് കിട്ടിയ സംഭാവന. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള നിസ്സംഗതയ്ക്കും PR അഭ്യാസങ്ങൾക്കും മേലെ വലിയ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചാട്ടവാറടി നൽകിക്കൊണ്ടാണ് പുതിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കളം നിറയുന്നത്. കേവലം പുകഴ്ത്തലുകളിലും ക്യാപ്റ്റൻ സ്തുതികളിലും അഭയം പ്രാപിച്ച മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കസേര ദാമ്പത്യം തകർത്തു വെച്ചിട്ടുള്ള ആരോഗ്യവകുപ്പിനെ ചൂലുമെടുത്ത് നേരെയാക്കാൻ പുതിയ ആരോഗ്യമന്ത്രി ഇറങ്ങിത്തിരിച്ചപ്പോൾ അത് വെറും ശുചീകരണമല്ല, മറിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ അനാസ്ഥയ്ക്കേറ്റ ഏറ്റവും കനത്ത പ്രഹരമാണ് എന്ന് കഴിഞ്ഞ 10 ദിവസത്തെ അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട് എങ്ങനെയാണ് ആരോഗ്യ മേഖല കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കിക്കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സംസ്ഥാന ജനകീയ മഹാശുചീകരണ യജ്ഞത്തിന്റെ വേദിയിൽ മന്ത്രി നടത്തിയിട്ടുള്ള ഒരു വെടിക്കെട്ട് പ്രസംഗമുണ്ട്. അനാസ്ഥയുടെ ആരോഗ്യവകുപ്പിന് മേൽ മുരളീധരന്റെ രാഷ്ട്രീയ ചൂരൽ പ്രയോഗമെന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. കഴിഞ്ഞ 5 വർഷം നമുക്കറിയാം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ എന്തായിരുന്നു നടന്നതെന്ന്. വെറുതെ ക്യാപ്റ്റനെ ഇങ്ങനെ പുകഴ്ത്തുക, എന്നിട്ട് വീഴ്ചകളെ PR വർക്കുകൾ കൊണ്ട് മൂടി വയ്ക്കുക, എന്നിട്ട് മത്സരിക്കുക. മത്സരിച്ചുകൊണ്ട് ജനങ്ങളെ സോഷ്യൽ മീഡിയ സൈബർ സഖാക്കൾ, ഇനി അഥവാ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അവരെ സൈബർ അറ്റാക്ക്, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തെരുവിൽ അവരെ നേരിടുക. ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ഒരു ആരോഗ്യ മേഖലയിലെ വളർച്ച എന്ന് പറയുന്നത്. അതിന് കുടപിടിച്ചിട്ടുള്ള വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥ വൃന്ദവും സിസ്റ്റം പാടെ തകർന്നിട്ടും എല്ലാം ഭദ്രമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വീണ ജോർജ് അന്നത്തെ ആരോഗ്യമന്ത്രി നടത്തിയിട്ടുള്ള അഭ്യാസങ്ങൾ ജനങ്ങളെ എത്രത്തോളം ദുരിതത്തിലാഴ്ത്തി എന്ന് പുതിയ മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി കെ മുരളീധരന്റെ ആദ്യ ചുവടുവെപ്പുകൾ തന്നെ ഞെട്ടിക്കുകയാണ്. കെ മുരളീധരൻ പറഞ്ഞത് ഇത് ആരോഗ്യ വകുപ്പാണ്, ഈ വകുപ്പിനെ അനാരോഗ്യ വകുപ്പാക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്നാണ്. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. കോൺഗ്രസിലെ തന്നെ രാഷ്ട്രീയത്തിലെ ആവശ്യമില്ലാത്ത വടംവലികൾക്കെതിരെ പ്രതികരിച്ച ആളാണ്. എല്ലാ മേഖലയിലും അറിവും ബോധവും ഉള്ള ഒരു വ്യക്തിയാണ്. ആ നിലയിൽ ആരോഗ്യ മേഖല മാന്യമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാമെന്നാണ് പൊതുവിലുള്ള ഒരു ധാരണ. അത് അദ്ദേഹം കൃത്യമായി പാലിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. കേവലം ഒരു പ്രസംഗമല്ല, മറിച്ച് മുൻ ഭരണകൂടം ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോമാളിത്തരങ്ങൾക്കുള്ള കൃത്യമായിട്ടൊരു രാഷ്ട്രീയ മറുപടിയാണ് ആ പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞത്. ഇവിടെ സ്തുതിപാഠകരൊന്നും വേണ്ട, സ്തുതിപാഠകരുടെ കാലം കഴിഞ്ഞു, ഇനി പണിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നാൽ മതി. അതായത് ഉദ്യോഗസ്ഥർ മുഴുവൻ വീണ ജോർജ് കീ ജയ്, ഇനി അതല്ലെങ്കിൽ അതുപോലെ ഓരോരുത്തരും ഇങ്ങനെ വിളിക്കും. തങ്ങളെ സംരക്ഷിക്കുന്ന നേതാക്കൾക്ക് കീ ജയ് വിളിച്ചുകൊണ്ട് ശമ്പളം വാങ്ങി പണിയെടുക്കാതെ ജീവിച്ചു പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ വിവരം അറിയും എന്ന് തന്നെയാണ് പുതിയ മന്ത്രിയുടെ മുരളീധരന്റെ നിലപാടെന്ന് പറയുന്നത്. കഴിഞ്ഞ മന്ത്രിയുടെ തുടക്കം തന്നെ പാളയ ചരിത്രമായിരുന്നു. നമുക്കറിയാം, സ്വന്തം വകുപ്പിലെ ജീവനക്കാരെ പോലെ നിയന്ത്രിക്കാൻ കൽപ്പില്ലാതെ സ്തുതിപാഠകരുടെ തോളിലേറി നടന്നിട്ട് വീണ ജോർജിന്റെ കൺമുന്നിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നാഥനില കളരിയായത്. എന്നാൽ ഈ മുരളീധരൻ പുതിയ മന്ത്രി വന്നതിന് ശേഷം വിപ്ലവം പ്രസംഗിക്കാനല്ല പ്രവർത്തിക്കാനാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഏതൊരു ആശുപത്രിയുടെയും അടിത്തറ എന്ന് പറയുന്നത് ശുചിത്വമാണ്. വൃത്തിയുള്ള അന്തരീക്ഷവും വൃത്തിയുള്ള പ്രതലം ഒക്കെ അതിനാവശ്യമാണ്. രോഗികൾ കിടക്കുന്നിടം, ശൗചാലയങ്ങൾ ഒക്കെ വളരെ വൃത്തിയായി കിടക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ ആശുപത്രികളുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വളരെ മോശം. മൂത്രപ്പുരയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോലും പറ്റൂല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മാരക രോഗങ്ങൾ പിടിച്ച് അല്ലെങ്കിൽ ചെറിയ രോഗമായി വരുന്നവർ വലിയ രോഗമായി പോകുന്ന ഒരവസ്ഥ നമ്മുടെ ആശുപത്രികളിൽ ഉണ്ട് എന്ന് പരസ്യമായ രഹസ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഗവൺമെന്റ് ആശുപത്രികളിൽ ആ ശുചിത്വം നിർബന്ധമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് തന്നെ മന്ത്രി തന്നെ നേരിട്ട് ചൂലെടുത്ത് ഇറങ്ങിയപ്പോൾ തകർന്നത് മുൻ സർക്കാരിന്റെ അഹന്തയാണ്. സിസ്റ്റം നന്നാവില്ല എന്ന് പറഞ്ഞ് കൈയും കെട്ടി സിസ്റ്റത്തെ കുറ്റം പറഞ്ഞ് ഇരിക്കാനാണെങ്കിൽ ഇവിടെ ഒരു മന്ത്രിയുടെയും ഒരു സർക്കാരിന്റെയും ആവശ്യം എന്താണ് എന്നാണ് കെ മുരളീധരൻ ചോദിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ നിസ്സംഗത തന്നെയാണ് ഈ ഒരു അനാസ്ഥയ്ക്ക് കാരണം, അല്ലാതെ അതിന് സിസ്റ്റത്തെയോ മറ്റാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞിരിക്കാനാണെങ്കിൽ ഒരു മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗിയായിട്ടുള്ള ഒരു പാവപ്പെട്ട രോഗി തറയിൽ കിടന്ന് മരിച്ച സംഭവം അറിയാം നമുക്ക്. കേരളത്തിൽ അത് വലിയ ചർച്ചയായതാണ്, സംസാരമായതാണ്. തറയിൽ കിടത്തി എന്ത് ചികിത്സയാണ് നൽകുന്നത്, എന്തിനാണ് അങ്ങനെ തറയിൽ കിടത്തി ചികിത്സിക്കുന്നത്, ശസ്ത്രക്രിയയ്ക്കുള്ള അടിസ്ഥാന ഉപകരണങ്ങൾ പോലും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പരസ്യമായി ധീരമായി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലുണ്ട്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനും അദ്ദേഹത്തെ പുറത്താക്കാനും അദ്ദേഹത്തെ ഒതുക്കാനുമാണ് കഴിഞ്ഞ മുൻ മന്ത്രിയായുള്ള വീണ ജോർജും ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
കാര്യങ്ങൾ വീഴ്ചകൾ തുറന്നു പറഞ്ഞതിന് അത് മൂടി വെച്ചുകൊണ്ട് സത്യം പറയുന്നവരുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാനുള്ള ഒരുതരം മുന്നയം. എന്നാൽ ആ കാലം മാറി, മന്ത്രിയും മാറി. ഇന്ന് അതേ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തന്റെ കരുത്താക്കിക്കൊണ്ട് മാറ്റിയിട്ടാണ് പുതിയ മന്ത്രി ഈ ആരോഗ്യ മേഖല കൈയാളുന്നത്. രോഗികളെ തറയിൽ കിടത്തുന്ന നരകയാതന, അങ്ങനെ തറയിൽ കിടത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരെയും ബെഡിൽ കിടത്തേണ്ട സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് അറുതി വരുത്തുമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ അത് കഴിഞ്ഞ സർക്കാരിന്റെ ക്രൂരമായ അനാസ്ഥയുടെ മുഖത്തടിക്കുന്നതിന് തുല്യമാണ്. കാര്യം ഇന്നത്തെ സൗകര്യങ്ങൾ അപ്പോഴും ഉണ്ടായിരുന്നു, അവരത് മനഃപൂർവ്വം ചെയ്തതല്ല, നമുക്ക് മനസ്സിലാവും. ശമ്പളം തരുന്നതേ ജനങ്ങളുടെ വിയർപ്പാണ്, ജനങ്ങളുടെ നികുതി പണമാണ്. അവരെ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ശമ്പളം തരുമ്പോൾ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും പ്രതിജ്ഞാബദ്ധരാണ്. ആ പണി ഇറങ്ങിക്കോണം എന്നാണ് പുതിയ മന്ത്രി ബന്ധപ്പെട്ട മേഖലയിലെ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, വലിയൊരു അപകടം ഉണ്ടായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ വിധേയത്വം മാത്രം നോക്കിയിട്ട് തിരികെ കയറ്റിയിട്ടുള്ള വലിയൊരു വിഭാഗം ജീവനക്കാരാണ്. ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും വലിയ ശാപം അവർ തന്നെയാണ്. പുതിയ മന്ത്രി വന്നപ്പോഴും പഴയ യജമാനോട് കൂറു പുലർത്താൻ നോക്കുന്ന ഇത്തരക്കാർക്ക് മന്ത്രി നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. നിങ്ങൾ ഏത് കാലത്താണ് നിയമിക്കപ്പെട്ടതെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ആഭിമുഖ്യം ആരോടാണെന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ആരാണ്, എവിടെയാണ് നിയമിച്ചത്, നിങ്ങളുടെ ആഭിമുഖ്യം ആരോടാണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തനിക്കറിയാം. പക്ഷെ ഒന്നുറപ്പാണ്, നിങ്ങൾ കൈപ്പറ്റുന്ന ശമ്പളം സംസ്ഥാന ഖജനാവിൽ നിന്നാണ്. അത് ജനങ്ങളുടെ വിയർപ്പാണ്. പണിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വകുപ്പിന് പുറത്തു പോകേണ്ടി വരും, ഒരു സംശയം വേണ്ട. എന്ന് പറഞ്ഞാൽ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടി വരും, നടപടികൾ എടുക്കേണ്ടി വരും എന്ന് തന്നെയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് വേദിയിലുണ്ടായിരുന്നത് ഇടതുപക്ഷ യൂണിയൻ നേതാക്കളൊക്കെയാണ്. അവരെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ മുരളീധരൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന, ഈ വെടി, അത് ആരോഗ്യവകുപ്പിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകളെ തകർത്തെറിയുന്നതാണ്. സർക്കാർ ആശുപത്രികൾ നശിച്ചു പോയാൽ കൊഴുക്കുന്നത് സ്വകാര്യ ആശുപത്രി ലോബികളാണ്, മാഫിയകളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കേരളം കണ്ടിട്ടുള്ള പല ആരോഗ്യമന്ത്രിമാരും സ്വകാര്യ മേഖലയുടെ പണം പറ്റുന്നവരും മാസപ്പടി വാങ്ങി പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ബോധപൂർവം തകർത്തവരുമാണ് എന്നുള്ള കടുത്ത വിമർശനം ജനങ്ങൾക്കിടയിലുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ ഉറപ്പാക്കാതെ ചെറിയൊരു തലവേദന വന്നാൽ പോലും ജനങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് ഓടിക്കുന്ന റഫറൽ നാടകം ഇതിന്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മെഡിക്കൽ കോളേജിലെ രോഗികളുടെ ആധിക്യം, അവിടെ ആ ചികിത്സ ഒരു മെല്ലെപ്പോക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് തൂക്കിയെടുത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. ഭീമമായിട്ടുള്ള ഒരു ബില്ല് കിടപ്പാടം വിറ്റും അവരടച്ചോളും. അങ്ങനെ ആശുപത്രി മാഫിയ, മരുന്ന് മാഫിയ തടിച്ചു കൊഴുത്തോളും. അതിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ റഫറൽ നാടകവും ഒക്കെ. അത്തരം നാടകങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ഒരു മാറ്റം, ആരോഗ്യ മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആ പുതിയ പരിഷ്കാരങ്ങളെ തകർക്കാൻ നോക്കുന്ന ചില ഉരുവെട്ടികളുണ്ട്. അവരെ തൂത്തെറിഞ്ഞ് സ്വന്തം നിലപാടുകളുടെ ദൃഢത കൊണ്ടാണ് മന്ത്രി ഇതൊക്കെ പ്രഖ്യാപിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ അധിക തിരക്ക് നമുക്കറിയാം. ആദ്യം OP ടിക്കറ്റിന് ക്യൂ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് ടോക്കണ് ക്യൂ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കണം, ഇതെല്ലാം കഴിഞ്ഞ് മരുന്ന് വാങ്ങാൻ വീണ്ടും ക്യൂ നിൽക്കണം. ഇങ്ങനെ ക്യൂ ആകെ പിടുത്തം ആ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി പോകാൻ പറ്റില്ല. വളരെ ദുരിതമാണ്, ഒരു ദുരിതവും കൊണ്ടാണ് അവിടെ എത്തുന്നത്. അവരെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കുന്ന ഒരു തിരക്കായിരുന്നു മെഡിക്കൽ കോളേജിൽ നിലവിലുണ്ടായിരുന്നത്. തിരക്ക് കുറയ്ക്കാൻ താഴെ തട്ടിലുള്ള ആശുപത്രികളെ സജ്ജമാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം സ്വകാര്യ ആശുപത്രി മുതലാളിമാർക്കും അവർക്ക് കൊടപിടിക്കുന്ന രാഷ്ട്രീയ വൻമരങ്ങൾക്കുമുള്ള ശക്തിയായിട്ടുള്ളൊരു പ്രഹരമാണ്. കാരണം ക്ലിനിക്കുകൾ നമുക്കറിയാം, സ്വകാര്യ ക്ലിനിക്കുകളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സ്പെഷ്യലിസ്റ്റുകൾ വൻകിട ആശുപത്രികളിലെ ഡോക്ടർമാരാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് റെഫർ ചെയ്യും. വലിയ വൻകിട ആശുപത്രികളിലേക്ക് ആളെ പിടിക്കാനുള്ള കേന്ദ്രങ്ങളായി ഈ ക്ലിനിക്കുകൾ മാറുമ്പോൾ ഈ ക്ലിനിക്കുകളിൽ കിട്ടുന്ന സൗകര്യം, അതായത് ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ അതല്ലെങ്കിൽ താലൂക്ക് ആശുപത്രികളിൽ, ജില്ലാ ആശുപത്രികളിലൊക്കെ രോഗരക്ഷയ്ക്കായിട്ടുള്ള മരുന്നുകളും ഡോക്ടർമാരുടെ സേവനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഏതായാലും ഈ മന്ത്രിയുടെ കാലത്ത് PR അഭ്യാസങ്ങൾക്ക് മുകളിൽ ഒരു ജനകീയ വിജയമായിട്ടാണ് ഇതുവരെയുള്ള ഈ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നത്. കേവലം ക്യാമറയ്ക്ക് മുന്നിലെ ഒരു അഭിനയമല്ല രാഷ്ട്രീയമെന്ന് K മുരളീധരൻ തെളിയിച്ചിരിക്കുകയാണ്. പറഞ്ഞത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ അത് ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. പഴയ ഭരണാധികാരികൾ വരുത്തി വെച്ചിട്ടുള്ള നാണക്കേടുകളും തകർച്ചകളും ഒക്കെ കഴുകിക്കളയാൻ പുതിയ മന്ത്രിക്കൊപ്പം വോളണ്ടിയർമാരായി ജനങ്ങൾ അണിനിരക്കുമ്പോൾ അത് കേരളത്തിലെ ഇടതുപക്ഷ ആരോഗ്യ മേഖലയുടെ പൊള്ളത്തരം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു രാഷ്ട്രീയ വിജയം കൂടിയേ മാറുന്നത് അതുകൊണ്ടാണ്. മാറട്ടെ, ആരോഗ്യമേഖല വളരണം. മരുന്ന് മാഫിയകൾക്ക് വേണ്ടി, ആശുപത്രി മാഫിയകൾക്ക് വേണ്ടി രോഗത്തെ ഉണ്ടാക്കി പിന്നെ അതിനെ ചികിത്സിച്ച് വീണ്ടും രോഗികളാക്കി, അവയവ മാഫിയയ്ക്ക് വേണ്ടി പിന്നെ അവരെ കുരക്കി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയിടാൻ ആരെങ്കിലും ഒരാൾ വരണം. അതിന് കഴിയട്ടെ K മുരളീധരന് എന്നാണ് ആശംസിക്കാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.